സനയുടെ വിമാനത്താവളത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിനു പകരമായി ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലും ടെൽ അവീവിലും ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടു. എന്നാൽ ഹൂതികളുടെ എല്ലാ മിസൈലുകളെയും കൃത്യമായി പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേൽ വ്യോമാതിർത്തിയിൽ എത്തുന്നതിന് മുൻപ് തങ്ങളുടെ പ്രതിരോധം അതിനെ തടഞ്ഞുവെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു. പിന്നീട് ലോകം കേൾക്കുന്നത് യമൻ ആകാശം നിറയുന്ന ഇസ്രയേൽ പോർ ജെറ്റുകളുടെ വാർത്തയാണ്. അതിശക്തമായ ആക്രമണമാണ് യമനിലെ സന എയർപോർട്ട് ലക്ഷ്യമാക്കി ഇസ്രയേൽ മറുപടിയായി നൽകിയത്. ബുധനാഴ്ച ഇസ്രയേലിനെതിരെ ഹൂതികൾ നടത്തിയ മിസൈൽ ഡ്രോൺ വിക്ഷേപണത്തിന് പ്രതികാരമായാണ് വ്യാഴാഴ്ച ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ഗാസ യുദ്ധത്തിന്റെ തുടക്കത്തിൽ 2023 ഒക്ടോബറോടെയാണ് ഇസ്രയേലിനെയും ഇസ്രയേൽ ഷിപ്പിങ്ങിനെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം ആരംഭിച്ചത്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ഇത്തരത്തിൽ ഹൂതികൾ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളുടെ ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറക്കിയ പ്രസ്താവനയിലും ഇത് സൂചിപ്പിച്ചിരുന്നു. പാലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നത് തുടരാനുള്ള മഹത്തായ യമൻ ജനതയുടെ ദൃഢനിശ്ചയവും നിശ്ചയദാർഢ്യവും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യമനിലെ ഇസ്രയേൽ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇസ്രയേലിന്റെ ലക്ഷ്യം ഹൂതികൾ ഇല്ലാതാവുകയാണ്. ജോലി പൂർത്തിയാകുന്നതുവരെ ഞങ്ങൾ ഇത് തുടരും, നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുള്ളയ്ക്ക് നൽകിയ അതേ മറുപടി ഞങ്ങൾ ഹൂതികൾക്കും കരുതി വെച്ചിട്ടുണ്ട്. ഹൂതി തലവന്മാരുടെ തല കൊന്നു വലിച്ചെറിയും. അവർ ഞങ്ങളുടെ നേർക്ക് നടത്തിയ ഓരോ ആക്രമണങ്ങൾക്കും ഞങ്ങൾ എണ്ണി എണ്ണി മറുപടി ചോദിക്കും. ഇറാൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ കൈകൾ വിച്ഛേദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഹൂതികളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇസ്രയേലിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 25 വിമാനങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു. സന അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു ഇസ്രയേലിന്റെ പ്രാഥമിക ലക്ഷ്യം. വ്യാഴാഴ്ച സനയുടെ തെക്ക് ഭാഗത്തുള്ള ഹെസിയസ് പവർ സ്റ്റേഷനും ഹൊദേദയ്ക്ക് ചുറ്റുമുള്ള തുറമുഖം, ഓയിൽ ടെർമിനൽ, പവർ സ്റ്റേഷൻ എന്നിവയും വ്യോമസേന ആക്രമിച്ചു. ഈ മേഖലയിലേക്ക് ഇനി ഇറാന്റെ കൈകളിൽ നിന്ന് ആയുധം എത്തരുത്. അതുകൊണ്ട് തന്നെ തീരദേശത്തെ ഓരോ തുറമുഖവും തുറമുഖ സൗകര്യങ്ങളും ഞങ്ങൾ തകർത്തിരിക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചെയ്യും. ഇസ്രയേലിനെ ആരെങ്കിലും അടിച്ചാൽ അവരെ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. ഞങ്ങൾ എല്ലാ ഹൂതി നേതാക്കളെയും വേട്ടയാടുക തന്നെ ചെയ്യും, ഓപ്പറേഷന് ശേഷം കാറ്റ്സ് പറഞ്ഞു. വ്യാഴാഴ്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ സനയിൽ ആക്രമണം നടത്തുമ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അഥാനോം ഗബ്രിയോസ് അവിടെ ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം തന്നെ പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ചത്. ഇത് സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറപ്പെടുവിച്ചു. UN സെക്രട്ടറി ജനറൽ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഭയാനകമായിരുന്നു എന്ന വാക്കുകളോടെയാണ്. ആക്രമണം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളതെന്നും ഗുട്ടറസ് പറയുന്നു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും എല്ലാവരോടും സംയമനം പാലിക്കാനും അദ്ദേഹം ആവശ്യപ്പെടുന്നു. സാധാരണക്കാരെയും UN ഉദ്യോഗസ്ഥർ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയവരെ ഒരിക്കലും ലക്ഷ്യം വെക്കരുതെന്ന അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്ന് ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ചെങ്കടൽ തുറമുഖങ്ങളിലും സന വിമാനത്താവളത്തിലും ആക്രമണങ്ങൾ നടക്കുന്നത് മാനുഷികമായ അപകടങ്ങൾ വരുത്തിവെക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. യമനിലെ ഹൂതിക്ക് നേരെ ഇസ്രയേൽ സേന ഇത് 4ാം തവണയാണ് ശക്തമായ ആക്രമണം നടത്തിയത്. യമൻ തീരത്ത് ഇസ്രയേൽ ജെറ്റുകൾ തീവ്രമായ ആക്രമണം നടത്തുകയും സനയിൽ ആദ്യമായി ആക്രമണം നടത്തുകയും ചെയ്തതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സനയിലെ വിമാനത്താവളത്തിന് നേർക്ക് ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നത്. സനയിൽ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൂതികളുടെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നതിനാൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇസ്രയേൽ നൽകിയിട്ടുള്ളത്.